സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗിരീഷിനെ പുറത്തിറക്കിയതിൻ്റെ പേരിൽ ദേവികയോട് സിദ്ധാർത്ഥൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്തായാലും അതൊന്നും വലിയ കാര്യമാക്കി കാണണ്ട എന്നിങ്ങനെ നന്ദനാണെങ്കിൽ ദേവികയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം ഉടലെടുക്കുന്നത്. അതായത് ഈ പ്രഭാവതിയെ ക്ഷേത്രത്തിൽ വെച്ച് അപമാനിച്ച ആ വീഡിയോ ഋഷിയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കിയിരിക്കുന്നു. ഈ സമയം ശാരികയാണത് കാണുന്നത് ആദ്യമായിട്ട്. അവളാണെങ്കിൽ അമ്മയ്ക്കും അച്ഛനും ഒക്കെ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചന്ദ്രവത്ത് വീടിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താനായിട്ട് ഇതാ പുതിയൊരു സംഭവമെന്ന് അവരെല്ലാവരും ആകെ വിഷമിക്കുന്നു. എന്തായാലും നന്ദനും സിദ്ധാർത്ഥനും ഒക്കെ തന്നെ ആ വീഡിയോ കാണാനായിട്ട് ഇടയാവുകയാണ്. തൻ്റെ അമ്മയെ ഇങ്ങനെ അവഹേളിച്ച അവനെ ഒരിക്കലും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ പകരം ചോദിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ സമയം പ്രഭാവതി പറയുന്നുണ്ട്, പകരം ചോദിച്ചിങ്ങനെ പ്രതികാരം കൂട്ടാതെ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ സിദ്ധുവിനെയും നന്ദനെയും പറഞ്ഞു തിരിപ്പിക്കുകയാണ്. ദേവികയും അതിനോടൊപ്പം ചേരുന്നു. എന്തായാലും ഋഷി ചെയ്ത തെറ്റ് അംഗീകരിക്കാനാവാതെ അരുന്ധതിയാണെങ്കിൽ അവനെ അടിക്കുന്നുണ്ട്. തൻ്റെ ജീവിതമല്ല വലുത്, പ്രഭാവതിയോടുള്ള പകയാണെന്നുള്ള കാര്യം ഋഷിയാണെങ്കിൽ അവിടെ വ്യക്തമാക്കുകയാണ്. അരുന്ധതിക്കാണെങ്കിൽ അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് മുരളിയും അതുപോലെ ഗൗരിയും ചേർന്ന് ഈ പറയുന്ന ഭാർഗവിയെയും ഒതുക്കി നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം പകരം ചോദിക്കണം, പ്രഭകുഞ്ഞിനെ നോവിച്ചവനെന്നൊക്കെ പറഞ്ഞ് ഭാർഗവിയാണെങ്കിൽ തുള്ളി കളിക്കുന്നുണ്ട്. പിന്നീട് ദേവികയാണെങ്കിൽ വളരെ മാന്യമായി തന്നെ അരുന്ധതിയുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് അവരോട് പറയുന്നുണ്ട്, ഇപ്പം ഞാൻ സംസാരിക്കുന്നത് MLA ദേവികയായിട്ടല്ല, എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയുടെ മരുമകളായിട്ടാണ്. അതുകൊണ്ട് നിങ്ങളിനി എൻ്റെ കുടുംബത്തിന് നേരെ കൈ ഉയർത്തരുത്, നിങ്ങളുടെ മകനെ വെച്ച് കളിക്കരുത്, നിങ്ങളൊരു ഭീരുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ അരുന്ധതിയെ ദേഷ്യം പിടിപ്പിക്കുന്നു. എൻ്റെ മകൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് ചന്ദ്രവത്തുകാരാണ്, അവരോട് പകരം ചോദിക്കാതെ അവൻ എന്തായാലും വിശ്രമമില്ല. പക്ഷേ ഇതൊരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ടുള്ള കാര്യമില്ലെന്ന് അരുന്ധതിയാണെങ്കിൽ ദേവികയോട് പറയുകയാണ്. ഇനിമേൽ അതുണ്ടാവരുതെന്ന് ദേവിക അവസാനമായിട്ട് താക്കീത് കൊടുക്കുകയാണ്. എന്തായാലും നന്ദനാണെങ്കിൽ പ്രഭാവതിയുടെ ആ ഒരു സങ്കടം മനസ്സിലാക്കുകയാണ്. കാരണം പ്രഭയാണെങ്കിൽ ഒരിടത്ത് മാറി നിന്നിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നന്ദൻ കാണുന്നുണ്ട്. അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എനിക്കറിയാം, എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്കറിയാലോ, ആർക്കും മുന്നിലും തോറ്റു കൊടുക്കാത്ത സ്വഭാവമുള്ള എൻ്റെ അമ്മ ഇപ്പോൾ ചന്ദ്രവത്ത് വീടിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് മിണ്ടാതിരിക്കുന്നു. അമ്മ ഒന്നുകൊണ്ടും പേടിക്കരുത്, അവനെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറയുമ്പോൾ വേണ്ട മോനെ, അതൊരിക്കലും ശരിയാവില്ല, നീ ആരോടും പകരം ചോദിക്കാനായിട്ട് പോകരുത്, അവരൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, മിണ്ടാതിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയാണെങ്കിൽ നന്ദനെ അതിൽ നിന്നും പിന്മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ നന്ദനാണെങ്കിൽ അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം പ്രഭാവതിയെ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം അമ്മയെ അവഹേളിച്ച ഋഷിക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് തന്നെ നന്ദൻ തീരുമാനിക്കുന്നു. അങ്ങനെ കെവിൻ വരുന്നുണ്ട്. കെവിനോട് കാര്യങ്ങളൊക്കെ നന്ദൻ പറയുമ്പോൾ, നിന്നെ മാത്രം അമ്മയല്ല, എൻ്റെ കൂടി അമ്മയാണ്, ഇത്തിരി ഇല്ലാത്ത ചെക്കൻ അമ്മയെ അപമാനിച്ചാൽ അത് എങ്ങനെ സഹിക്കാനായിട്ട് കഴിയും, അതുകൊണ്ട് നന്ദു നീ വാടാ, നമുക്ക് പോയിട്ട് പകരം ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കെവിനും നന്ദനോടൊപ്പം കൂടെ പോവുകയാണ്. എന്തായാലും ഋഷിയെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് അവനോട് ഏറ്റുമുട്ടുകയാണ് നന്ദൻ ചെയ്യുന്നത്. എന്തിനാടാ എൻ്റെ അമ്മയെ വീഡിയോ എടുത്ത് അപമാനിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ, അവരെ എൻ്റെ ജീവിതം തകർത്ത ഒരു കൊടും ക്രൂരിയായിട്ടുള്ള രാക്ഷസിയായിട്ടുള്ള സ്ത്രീയാണ്, അവരെ ഇനിയും ഞാൻ അപമാനിക്കും മാത്രമല്ല കൊന്നു കളയുമെന്നൊക്കെ പറയുമ്പോൾ, നീ എന്താണ് വിചാരിച്ചത്, എൻ്റെ അമ്മയെ കൊല്ലുമെന്ന് എന്നോട് തന്നെ നീ പറയുന്നു, എത്രത്തോളം നിനക്ക് ധൈര്യമുണ്ടെന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഭാര്യയാണ് നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്, ആ നന്ദി പോലും കാണിക്കാതെ നീ എൻ്റെ വീടിനോടും എൻ്റെ പേരൻസിനോടും ഇങ്ങനെ പകരം ചോദിക്കാനായിട്ട് നടക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നന്ദനാണെങ്കിൽ ഋഷിയുമായിട്ട് കയ്യാങ്കളിയിൽ ഏർപ്പെടുകയാണ്. എന്തായാലും ഈ സമയം ഋഷിയും ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. താൻ ഇനിയും അത് തന്നെ വീണ്ടും തുടരുമെന്നും ഒക്കെ തന്നെ ഋഷിയാണെങ്കിൽ തറപ്പിച്ച് പറയുകയാണ്. നന്ദൻ അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ ഋഷിക്കിട്ട് ഒരടി കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഋഷിയാണെങ്കിൽ മയങ്ങി താഴേക്ക് വീഴുന്നുണ്ട്. കെവിനാണ് അവനെ താങ്ങി നിർത്തുന്നത്. കെവിന് കാര്യം മനസ്സിലാവുകയാണ്, ഋഷിയുടെ ബോധം പോയിരിക്കുന്നുവെന്ന്. പക്ഷേ സംഭവിക്കുന്നത് മറ്റെന്തോ ആണ്. എന്തായാലും ഋഷി തീരെ വയ്യാത്തൊരു കൂട്ടത്തിൽ ഉള്ള ആളാണല്ലോ. എന്തായാലും നന്ദൻ്റെ ഒരു നിമിഷത്തെ കയ്യബദ്ധം പുതിയ പ്രശ്നങ്ങൾക്ക് ഉടലെടുത്തിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.